ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നന്നായിട്ടുണ്ടല്ലോ. ഞാൻ നമ്മുടെ വീഡിയോ എടുത്തു തുടങ്ങി പോണ്ടിച്ചേരിക്ക് പോയപ്പോൾ അവിടുന്ന് വീഡിയോ പറഞ്ഞായിരുന്നു നമ്മളൊരു മൈക്ക് പുതിയത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മൈക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ നേരത്തെ യൂസ് ചെയ്യിക്കുന്നത് ഈ K8 എന്ന് പറയുന്ന ഒരു മോഡൽ മൈക്കാണ്. ഇതാട്ടോ മൈക്കിൻ്റെ മോഡൽ. ഇതാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ആദ്യം ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ, വർക്ക് ആവുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും എനിക്ക് പറഞ്ഞൂടാ. ഞാൻ കുറച്ച് ദിവസമായി ഇത് എടുത്തിട്ട് എന്തോ ഭയം കൊണ്ട് ഇതിപ്പോൾ വർക്കായി. ഈ സ്പ്ലിറ്റർ മാറിയതിൻ്റെ ആണോ അത് എന്തിൻ്റെ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സാധനം വർക്കായി, എന്തോ ഭയം കൊണ്ട്. ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് നമ്മുടെ പുതിയ മൈക്ക് കാണിച്ചു തരാനാണ്. മൈക്കിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കണത് ഇതാണ് മൈക്ക്. ഇതിൻ്റെ ഇതൊന്നും നോക്കണ്ട, പാക്കേജ് നോക്കണ്ട, കാരണം ഒരു യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണമാണിത്. യാത്ര ഞാൻ ബുധനാഴ്ചയാണ് ഞാൻ പോയത്. ബുധനാഴ്ച രാവിലെ ഉച്ച കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്താണ് ഇത് ഞാൻ ഓർഡർ ചെയ്തത്. എൻ്റെ വീട്ടിലേക്ക് ഓർഡർ ചെയ്തിട്ട് ഇത് എത്തൂരാന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ അത് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഓർഡർ ചെയ്ത് അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് പോയത് ബാഗിൻ്റെ ഫ്രണ്ടിലത്തെ വള്ളി, തുറക്കണ വള്ളി തന്നെ ഇട്ടായിരുന്നു. അപ്പം ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചപ്പോൾ ഇത് ഡാമേജ് ആയതാണ്. ഇത് മാക്ക് എന്ന് പറയുന്ന MAK എന്ന് പറയുന്ന ഒരു മോഡൽ മൈക്കാണ്. അതിൻ്റെ MK14 എന്ന് പറയുന്ന ഒരു മോഡലാട്ടത്. ഇത് സിംഗിൾ മൈക്കാണ്. അപ്പം നമുക്കിതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ അത് വരുന്നുണ്ട്, എങ്ങനെയാണിത് യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പെട്ടിയിലാണ് നമുക്കിത് വരുന്നത് കേട്ടോ. ഇത് ആൻഡ്രോയിഡിലും ഐഫോണിലും ഒരേപോലെ വരുന്നതാണ്. നമുക്ക് ആൻഡ്രോയിഡിലാണെങ്കിൽ നമുക്ക് ചില ക്യാമറയിൽ നമുക്കിതിൻ്റെ ഇത് ചിലപ്പോൾ വർക്കാവണമെന്നില്ല. ഇപ്പം നമ്മളിത് കുത്തി നോക്കിയാലും എന്താ പറയുക, ഇത് നമ്മളിത് എത്ര കുത്തി നോക്കിയാലും കാര്യങ്ങളാണെങ്കിലും ഇത് വർക്കാവില്ല. കാരണം അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, ഏതാ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് ഞാൻ ഉപയോഗിച്ചത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ട്. എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ടായി കാണാം. ആ വീഡിയോ ഒക്കെ എടുത്തതെല്ലാം ഈ മൈക്ക് വെച്ച് എടുത്തപ്പോൾ എല്ലാം നമ്മൾ എടുത്തത് ഓപ്പൺ ക്യാമറയാണ്. ഇത് ഓപ്പൺ ആൻഡ്രോയിഡിലാണെങ്കിൽ ഓപ്പൺ ക്യാമറ, അല്ലെങ്കിൽ ഡിലക്സ് അങ്ങനെ പറഞ്ഞ രണ്ട് മൂന്നെണ്ണം ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടെ. ഏതൊക്കെ ക്യാമറ എന്നതിൻ്റെ ലിങ്കും കാര്യങ്ങളും. ആൻഡ്രോയിഡിൽ വേണ്ടത് ലിങ്ക് കിട്ടുവാണെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം, അല്ലെങ്കിൽ പേര് അതിനകത്ത് ഇട്ടേക്കാം കേട്ടോ. ഐഫോണിലാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഇപ്പോൾ ലൈറ്റ്നിങ് ആണെങ്കിൽ ലൈറ്റ്നിങ് അഡാപ്റ്റർ കണക്ട് ചെയ്യുക, മൈക്ക് കണക്ട് ചെയ്യുക, ഓണാക്കുക, പ്ലേ ചെയ്യുക, അതിൽ റെക്കോർഡ് ചെയ്യുക. അത്ര മാത്രമാണ് ഐഫോണിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. മൈക്ക് തന്നെ തുറക്കുക. ഇത് ഫുൾ ഡാമേജ്ഡ് ആണ്, നിങ്ങളാരും വേറെ ചിന്തിക്കരുത്. നമുക്ക് അതൊരു യൂസർ മാനുവൽ പോലത്തെ സാധനം വരുന്നുണ്ട്. ഈ മൈക്കിന് 2-3 ഇത് വരുന്നുണ്ട്, 2-3 വേരിയന്റ് വരുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാത്തിനും കൂടി ഒറ്റ വേരിയന്റ് ഇതാട്ടോ. ഇത് ഒറ്റ മൈക്ക് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഈ മൈക്കിന് തന്നെ 2-3 വേരിയന്റ് വരുന്നുണ്ട്. ഇതിനകത്ത് MK14 ഡ്യുവൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, MK14 Pro എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്, MK14 Pro ഡ്യുവൽ എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്, പിന്നെ MK14 എന്ന് പറയുന്ന ഒരു വേരിയന്റ് കൂടി ഉണ്ട്. ഇതിനകത്ത് കൊണ്ട മനസ്സിലാവുകയും അതിൻ്റെ അകത്തുള്ള എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു യൂസർ ഗൈഡാണ് ഇട്ടത്, പറ്റിത്തരാം. ഇത് MK13 Pro എന്നുള്ള സീരീസിൻ്റെ ഉള്ള ഇതാട്ടത്. ഇനി അടുത്തത് MK06 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിൻ്റെ ആണ് ഇപ്പം ഈ കാണുന്നത്. പിന്നെ വന്നത് നമുക്ക് MQ8 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. എനിക്ക് ഈ മോഡൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്ക് ബട്ടൺ സൈസ് ആണ്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കാര്യമൊക്കെ ഉള്ളതാണ്. ഇപ്പം ഇതിൻ്റെ കൂടി ഈ ഒരൊറ്റ ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഒരു തമ്പ് ഇമോജി നല്ലതാണ്. നമ്മൾ എന്താ പറയുക, താങ്ക് യു ഫോർ യൂസിങ് എന്നുള്ളൊരു സാധനമാണ് ഇട്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആണ് അതിൻ്റെ കസ്റ്റമർ കെയർ നമ്പറും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ മൈക്ക് ഇവിടെ ആയിട്ട് വെച്ചാണ്, ഇവിടെ വെച്ചാൽ ഇങ്ങനെ ആടും. ഇതാകുമ്പോൾ അങ്ങനെ ആടില്ല, അവിടെ ഇരുന്നോളൂ.
നമുക്കിതിനകത്തൊരു സി ടൈപ്പ് ചാർജർ വരുന്നുണ്ട്. ഒരു A to C ടൈപ്പ് ചാർജർ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മൈക്കിന്റെ ഒരു റിസീവർ വരുന്നുണ്ട്. ഇത് സി ടൈപ്പ് ആട്ടോ. ഐഫോണിലേക്ക് കുത്താൻ വേണ്ടിയിട്ട്, ആൻഡ്രോയിഡിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സി ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് മൈക്കാണ്. ഇത്രയാണ് ഇതിൻ്റെ അത് വരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. സി ടൈപ്പിന്ന് ലൈറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററും നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ യാത്രയിൽ ഈ അഡാപ്റ്റർ അടിച്ചു പോയായിരുന്നു. ഇതാണ് എനിക്ക് പുതിയ മൈക്കിൻ്റെ കൂടെ കിട്ടിയ അഡാപ്റ്റർ. ഇതിപ്പോൾ എന്തോ വർക്കാവുന്നില്ല. നിങ്ങൾ ഇത്ര നേരം കേട്ടത് നമ്മുടെ ഈ K8 എന്ന് പറഞ്ഞ ഒരു മോഡൽ മൈക്കിൻ്റെ അകത്തുള്ള ഓഡിയോസാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് പുതിയ മൈക്കിൻ്റെ വോയിസും കൂടി നമുക്ക് നോക്കാം. എന്നിട്ട് ഇതിലേതാ ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ പറയണം. ഇത് ആദ്യത്തെ മൈക്കാണോ അതോ രണ്ടാമത്തെ മൈക്കാണോ എന്ന് നിങ്ങൾ തന്നെ പറയട്ടോ, ഏതാ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലേതാ ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുതിയ മൈക്ക് കൺവേർട്ട് ചെയ്തിട്ട് കാണാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ പുതിയ മൈക്ക്, അതായത് MK14 എന്ന് പറയുന്ന മൈക്കിലെ ഓഡിയോ ആയിട്ട് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം കേട്ടത് K8 എന്നുള്ള മൈക്കിൻ്റെ വോയിസ് ആണ്. നമുക്ക് ഇപ്പം ഇതിലേതാ ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ പറയും. സെക്കൻഡ് മൈക്കാണോ അതോ ഫസ്റ്റ് മൈക്കാണോ, ഏതാ ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ പറയണം. ഇതിൽ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഒരു ഡേ മാത്രമേ എനിക്ക് ഫസ്റ്റ് ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ എനിക്കത് കിട്ടുള്ളൂ. അത് പിന്നെ ഈ അഡാപ്റ്റർ ചതിച്ചു ഗൈസ്. അതുകൊണ്ട് എനിക്കത് എടുക്കാനേ പറ്റിയില്ല. ഒരെണ്ണം പോലും എനിക്ക് റെഡി ആയിട്ടുണ്ടായില്ല. പിന്നെ എനിക്ക് വീട്ടിൽ വന്ന് ഇതും ചാർജ് തീർന്നുപോയായിരുന്നു. ചാർജ് തീർന്നുപോയി കുത്തിയിട്ട് ചാർജൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാം ഓക്കെ ചെയ്ത്. പിന്നെ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. നമ്മുടെ ഈ പഴയ മൈക്കിൻ്റെ അഡാപ്റ്ററിന് ഈ റിസീവറിൻ്റെ അകത്ത് അപ്പുറം ഇപ്പുറം കുത്താനോ കാര്യങ്ങളോ ചാർജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ഫോണിൽ നിന്ന് തന്നെയാണ് ഇത് ചാർജ് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ പുതിയ മൈക്കിൻ്റെ റിസീവറിൻ്റെ അകത്ത് സി ടൈപ്പ് ഒരു പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതും കൂടി ചാർജ് ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ അതും കൂടി ചാർജ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ റിസീവർ പ്രോപ്പർലി വർക്ക് ആവുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് മൈക്ക് മാത്രം ചാർജ് ചെയ്താൽ പോരാ, നമുക്ക് നമ്മുടെ റിസീവർ കൂടെ ചാർജ് ചെയ്യണം. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. നമ്മൾ മൈക്ക് നമുക്ക് ഏതാണ്ട് അവർ പറയുന്നു 8 hours മേളിൽ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഐ തിങ്ക് നോക്കിയില്ല കേട്ടോ ഞാനത് എത്ര മണിക്കൂറത്തേക്കാന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ അകത്തില്ല. ഇതിനകത്തൊക്കെ ലൈവ് സ്ട്രീമിംഗ്, ഷോർട്സ്, വ്ളോഗ്, ലൈവ് ഷോ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിനകത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് കാര്യം 3 മോഡൊക്കെ ഉണ്ട്. ഞാനിതുവരെ ഒരു മോഡേ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. മറ്റു 2 മോഡ് എനിക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാനത് പഠിച്ചിട്ട് വേണം ബാക്കി 2 വോയിസും മോഡും കൂടി നമ്മൾ റെഡിയാക്കാൻ. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അത് നമ്മൾ സംസാരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ. നമ്മൾ പൊതുവെ നോർമലായിട്ട് ഒരാളോട് സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മൾ ഇതിനകത്ത് തന്നെ. അപ്പം അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ചിലത് ഫ്ലിപ്പായി പോകുന്നുണ്ടല്ലോ, അത് വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ നിങ്ങൾ പറ, ഇതിലേതാ നല്ലത്, ഏത് മൈക്ക് വോയിസ് ആണ് നല്ലത്? ഫസ്റ്റ് ആണോ അതോ സെക്കൻഡ് ആണോ? ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇതിലേതാ നല്ലതെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വീഡിയോ ഇന്നലെ നമ്മൾ ഒരു മൈക്കിൻ്റെ റിവ്യൂവിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചാൽ, ഇൻഡോർ വീഡിയോസ് നമ്മൾ ഇന്നലെ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഇത് ഔട്ട്ഡോർ ആണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ വീട് ഒരു അത്യാവശ്യം ഒരു ഗ്രാമ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല വോയിസും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമായിരിക്കും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് ഏതാ മൈക്ക് വെച്ചിട്ട് നമ്മുടെ പഴയ മൈക്കാണ്. K8 എന്ന് പറയുന്ന പഴയ വയർലെസ് മൈക്കാണ്. ഇതിനെന്താ അറൗണ്ട് ഞാൻ ആ സമയത്ത് 600-700 രൂപയ്ക്ക് എന്താണ് ഈ മൈക്ക് വാങ്ങിയത്. ഇത് നമ്മുടെ പുതിയ മൈക്കാണ്, മാക്ക് എന്ന് പറഞ്ഞാൽ. ഇതിനിപ്പോൾ 450 രൂപ എന്തോ അങ്ങാണ്ടാണ്. ഇതിൻ്റെ തന്നെ വേറെ മോഡൽസ് ഉണ്ട്. ചാർജിങ് കേസ് ഉള്ള സാധനങ്ങളുണ്ട്. നമുക്കത് ചാർജിങ് കേസ് ഉണ്ടെങ്കിൽ നമുക്കത് എക്സ്ട്രാ വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സി ടൈപ്പ് ചാർജിങ് ഒക്കെ വരുന്ന സാധനങ്ങളാണ് കേട്ടത്.
ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ K8 എന്ന് പറയുന്ന മൈക്കിലാണ്. നിങ്ങൾക്കപ്പം ഈ മൈക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതിൽ ഏതാ ബെറ്റർ എന്നും കൂടി നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടോ. അത്യാവശ്യം നോയ്സ് ഉണ്ട്, എനിക്ക് ഇവിടെ കേൾക്കാം. ഇതിലിപ്പോൾ എത്ര വോയിസ് അതിനകത്ത് ക്ലിയർ ആയിട്ട് കിട്ടും എന്നൊന്നും കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെ, ഈ മൈക്കാണോ അതോ ഈ മൈക്കാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയാട്ടോ ഗൈസ്. ഹലോ ഗൈസ്, ഇത്ര നേരം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടത് ഈ മൈക്കിലാണ്, K8 എന്ന് പറയുന്ന ഈ മൈക്കിലാണ് നമ്മൾ ഇത്ര നേരം വീഡിയോ എടുത്തുകൊണ്ടത്. ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് ഈ മൈക്കിലാണ്. ഇത്ര നേരം നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ മൈക്കിലാണെങ്കിൽ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ അത് ഈ മൈക്കിനാണ്. അപ്പം ഈ രണ്ട് മൈക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. ഇതിന് റബ്ബർ കുഷിങ്ങോ അങ്ങനത്തെ പൂച്ചയുടെ എന്തോ പേരാണ് ഇതിന് പറയുക. ഇതിൻ്റെ സാധനം എനിക്കില്ല, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. സത്യമായിട്ട് അറിഞ്ഞൂടാ. അറിയാമെങ്കിൽ ഞാനത് പേര് ഞാൻ അവിടെ എഴുതി വെച്ചേക്കാം കേട്ടോ. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഈ സാധനം ഇതിൻ്റെ അകത്തില്ല. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു ബഫർ സാധനം, അങ്ങനത്തെ ഒരു സാധനം ഇതിനുണ്ട്. ബഫർ എന്നാണ് പറയണത്, എങ്ങനെയാണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇങ്ങനത്തെ ഒരു തുണി പോലത്തെ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഇതിനകത്ത് നമ്മൾ നോക്കി സംസാരിക്കണം. ഇതിൻ്റെ അകത്ത് നമുക്ക് അത്രയും നോക്കി സംസാരിക്കണം. എങ്ങനെ വേണം നമുക്ക് ഈ മൈക്ക് യൂസ് ചെയ്യാം. ഇതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാറ്റടിക്കുന്ന സൗണ്ടൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കേൾക്കുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ANC മോഡ് എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്തുണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ മോഡ് ഈ മൈക്കിലുണ്ട്. ഈ മൈക്കിനകത്തുണ്ട്. ഇതിനകത്ത് 2-3 മോഡുകളുണ്ട്. എനിക്ക് ഏതൊക്കെയാണ് മോഡുകളെന്ന് ഞാൻ ഇതുവരെ പഠിച്ചില്ല. പഠിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേത് മൈക്കിൻ്റെ ഓഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറഞ്ഞു. മാക്കാണോ അതോ K8 ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞിടണം ഇതിലേതാ നല്ലത് എന്നിട്ട്. മേക്കോടെ നോക്കിയിട്ട് ഹലോ വൈസ്. അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏത് മൈക്കാണ് ബെറ്റർ, നമ്മുടെ പഴയ മൈക്കാണോ അതോ പുതിയ മൈക്കാണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മൈക്കാണോ വേണ്ടത്, ഏത് മൈക്കാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്, ഏത് മൈക്കാണ് നല്ലതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ. നന്ദി.